ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങളിൽ എൻ്റെ സാഷ്ടാംഗ പ്രണാമം. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 77 ശിവഗിരി. ഭാഗം 77 ശിവഗിരി ഇവിടെ ആരംഭിക്കുന്നു. ഗുരുദേവൻ വർക്കലയിൽ എത്തുമ്പോഴെല്ലാം കൈതക്കോണത്തെ ഏതെങ്കിലും ഒരു കുന്നിൽ ഏറെ നേരം ഇരിക്കുമായിരുന്നു. വളരെ നേരം അവിടുത്തെ ഏകാന്തതയിൽ ഇരിക്കുവാൻ ഗുരുദേവൻ ഇഷ്ടപ്പെട്ടിരുന്നു. അക്കാലത്ത് ആരുമായും വലിയ ചങ്ങാത്തം ഉണ്ടായിരുന്നില്ല. ഗുരുവിനെപ്പറ്റി കൈതക്കോണത്തുകാർക്കും കാര്യമായ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഒരു സ്വാമി കുന്നുകളിൽ വന്നിരിക്കുന്നത് നാട്ടുകാരിൽ ചിലരൊക്കെ കാണുകയുണ്ടായി. അവർ തമ്മിൽ അക്കാര്യം പറഞ്ഞെങ്കിലും ആർക്കും അടുത്ത് ചെന്ന് ആരാണ് എന്താണ് എന്നൊക്കെ അന്വേഷിക്കുവാനുള്ള ധൈര്യമുണ്ടായില്ല. ആ സന്ദർശന വേളയിൽ വല്ലപ്പോഴും കണ്ടുമുട്ടാറുണ്ടായിരുന്ന ഉസ്മാൻ പിള്ളയോട് പോലും ഗുരുദേവൻ താൻ ആരാണെന്ന സത്യം വെളിപ്പെടുത്തിയിരുന്നില്ല. എങ്കിലും 5 തെങ്ങിലും കായിക്കരയിലുമൊക്കെ ക്ഷേത്രപ്രതിഷ്ഠകൾ നടത്തിയ നാണുഗുരുസ്വാമിയാണ് അതെന്ന് ചില പ്രമാണിമാർക്ക് വൈകാതെ വിവരം കിട്ടി. ഒരു ദിവസം ഗുരുദേവൻ പതിവ് പോലെ കൈതക്കോണത്തെ ഒരു കുന്നിലെത്തി അവിടുത്തെ വലിയൊരു വൃക്ഷഛായയിൽ വിശ്രമിക്കുകയായിരുന്നു. ആ കുന്നിൻ്റെ അടിവാരത്തായിരുന്നു കൊച്ചപ്പി ആശാൻ എന്ന ഒരു നാട്ടുപ്രമാണിയുടെ തറവാട്ട് വീട് നിന്നിരുന്നത്. അന്ന് ആ വീടിൻ്റെ മേൽക്കൂര ഓല കെട്ടി മേയുന്ന ജോലി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ജോലിക്കാരുടെ വിളിയും ബഹളവും പൊടിപടലവും ഒക്കെ കൊണ്ട് അവിടമാകെ ശബ്ദമുഖരിതവും മലിനവുമായി തീർന്നിരുന്നു. അതിനാൽ ഗുരുദേവൻ ആ കുന്നിൽ നിന്നിറങ്ങി പാടത്തിന് സമീപമുള്ള മറ്റൊരു കുന്നിൽ കയറി അവിടെ ഇരിപ്പായി. അത് ശംഖു എന്നയാൾ കണ്ടു. അയാൾ ഓടി കൊച്ചപ്പി ആശാന്റെ അടുത്തെത്തി ആശാനോട് പറഞ്ഞു, ആശാനെ, പാടത്തിനടുത്തുള്ള ചെറുകുന്നിൽ ഒരാൾ വളരെ നേരമായി അനങ്ങാതെ ഇരിക്കുന്നു. വെള്ള വസ്ത്രമാണ് ഉടുത്തിരിക്കുന്നതും പുതച്ചിരിക്കുന്നതും. ആശാൻ: ശംഖുവിന് ആളിനെ അറിയില്ലേ? ശംഖു: എനിക്കൊരു പരിചയവുമില്ല. ഇവിടെ എങ്ങും വെച്ച് മുമ്പ് കണ്ടിട്ടുള്ളതായി ഓർക്കുന്നില്ല. കൊച്ചപ്പി ആശാൻ ഉടൻ തന്നെ ഒരു ജോലിക്കാരനെയും കൂട്ടി ചെറുകുന്നിലേക്ക് ഓടി. ദൂരക്കാഴ്ചയിൽ തന്നെ ആശാനും കേട്ടറിവുകൊണ്ട് അത് ഗുരുദേവനാണെന്ന് മനസ്സിലായി. പെട്ടെന്ന് വീട്ടിലെത്തി നിമിഷങ്ങൾക്കകം പാലും പഴവും ചുട്ടെടുത്ത കുറച്ച് കിഴങ്ങുകളുമായി ആശാൻ വീണ്ടും കുന്നിലേക്ക് പാഞ്ഞു. ഗുരുദേവന്റെ കാൽക്കൽ അതെല്ലാം കാഴ്ചവെച്ചിട്ട് ആശാൻ ഒരു വശത്തേക്ക് മാറി ഒതുങ്ങി നിന്നു. ഗുരുദേവൻ അതിൽ നിന്നൊരു പഴമെടുത്ത് കഴിച്ചു. എന്നിട്ട് മറ്റൊന്നെടുത്ത് കൊച്ചപ്പി ആശാനും കൊടുത്തു. അപ്പോഴേക്കും കാട്ടുവിളാകത്ത് വീട്ടിൽ രാമൻ, മാധവനും മറ്റു ചില അയൽപക്കക്കാരും അവിടെ വിവരമറിഞ്ഞ് അവിടെ ഓടിയെത്തി. കൊച്ചപ്പി ആശാൻ ശിവരാത്രിക്ക് അരുവിപ്പുറത്ത് വരണമെന്നാണ് ആഗ്രഹം. ഗുരുദേവൻ: അവിടേക്ക് എപ്പോൾ വേണമെങ്കിലും വരാമല്ലോ. തെല്ലിട കഴിഞ്ഞ് മരങ്ങളാൽ ചുറ്റപ്പെട്ടു നിൽക്കുന്ന വലിയൊരു കുന്നിലേക്ക് നോക്കിക്കൊണ്ട് ഗുരുദേവൻ പറഞ്ഞു, അവിടം അവർക്ക് കൊടുത്തു. നമുക്ക് പലരും മിത്രങ്ങളാണ്. ആരുടെയും വീട്ടിൽ താമസിച്ചുകൂടാ. ആ കുന്നിൻ്റെ മുകളിൽ ഒരു മാടം കെട്ടിച്ചു തരണം. അത് മടലുകൊണ്ടായാലും മതി. അടുത്ത ദിവസം തന്നെ കൊച്ചപ്പി ആശാനും മാധവനും മറ്റുള്ളവരും ചേർന്ന് ആ കുന്നിനുമേൽ, ഗുരുദേവ മഹാസമാധി നിലകൊള്ളുന്ന കുന്ന്, കുറച്ച് തെങ്ങിൻതടിയും ഓലയും കൊണ്ട് ഒരു കൊച്ചു മാടം കെട്ടിയുണ്ടാക്കി. അതോടെ ഗുരുദേവൻ സ്ഥിരമായി അവിടെ വിശ്രമിക്കുവാൻ തുടങ്ങി. 1904 ആയിരുന്നു അത്. ആ കുന്നിന് പിൽക്കാലത്ത് ഗുരുദേവൻ ശിവഗിരി എന്ന് നാമകരണം ചെയ്തു. ആ സന്ദർഭത്തിൽ വിവേകോദയം മാസികയുടെ 1079 മേടം ലക്കത്തിൽ കുമാരനാശാൻ ഒരു വാർത്ത പ്രസിദ്ധീകരിക്കുകയുണ്ടായി. ആ വാർത്ത ഇങ്ങനെയായിരുന്നു: സ്വാമി അവർകൾ ശിവരാത്രിയോടുകൂടി അരുവിപ്പുറം വിട്ട് ഇപ്പോൾ വർക്കല ഇരിക്കുകയാവുന്നു. പ്രസിദ്ധമായ വർക്കല തുരപ്പിനടുത്തുള്ള ഒരു കുന്നിൽ അദ്ദേഹം ഒരു മഠം സ്ഥാപിക്കുന്നുണ്ട്. ആ കുന്നിനോട് ചേർന്ന് ഒരു കൃഷിത്തോട്ടം ഏർപ്പെടുത്തി അതിൽ പലവ സസ്യങ്ങളോ സമൃദ്ധമായി കൃഷി ചെയ്തു വരുന്നു എന്നും സ്വാമിക്ക് ആ മഠത്തെ ഒരു സ്ഥിരാശ്രമം എന്ന നിലയിൽ കൊണ്ടുവരുന്നതിലേക്ക് ഉദ്ദേശമുണ്ടെന്നും ഇടവമാസം 10 കഴിഞ്ഞ് അരുവിപ്പുറത്തേക്ക് മടങ്ങി യാത്രയുള്ളൂ
എന്ന് അറിയുന്നു. നമിച്ചിടുന്നേൻ ശ്രീ ഗുരുദേവാതവ തിരുപാദങ്ങൾ, സ്തുതിച്ചിടുന്നേൻ ഞങ്ങൾ നിത്യം നാരായണമൂർത്തേ. ശരണം 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 തരണേ ശിവഗിരി ഗുരുദേവാ, തവ തിരുപാദം ശരണം തേടുന്നടിയങ്ങൾ ഞങ്ങൾ. ശ്രീ മങ്ങാട് ബാലേന്ദ്രൻ സാറിൻ്റെ ഗുരുദേവ കഥാസാഗരം ഭാഗം 77 ശിവഗിരി ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൽ വന്നിട്ടുള്ള തെറ്റുകുറ്റങ്ങൾ സദയം ക്ഷമിക്കണമെന്ന് ഗുരുദേവ നാമത്തിൽ അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം വിജയിക്കട്ടെ.